സഹോദരിമാരെ, ഇരവിമംഗലം പള്ളി 50ാം വാർഷിക ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ 2006 മുതൽ 2008 വരെ 2 വർഷക്കാലം അവിടെ സേവനം ചെയ്ത ഒരു മുൻ വികാരി എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ജൂബിലിയുടെ ആഘോഷ പരിപാടികൾക്ക് എല്ലാ വിജയങ്ങളും ആശംസകളും നേരുന്നു. ഞാനവിടെ ഉണ്ടായിരുന്ന 2 വർഷത്തിനിടയിൽ ഇടവക ജനങ്ങളുടെ സഹായ സഹകരണത്തോടെ മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലൊക്കെ ജനകീയ സ്വഭാവമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് ഞാൻ എക്കാലവും ഓർമ്മിക്കുന്നു. അവിടെയുള്ള ആയുഷ് സാംസ്കാരിക വേദിയോട് ചേർന്ന് വീടാന്തരവും കുടുംബ കൂട്ടായ്മകൾ തോറും പ്രചരണങ്ങൾ, ബോധവൽക്കരണങ്ങൾ നടത്തി ആ ഗ്രാമത്തെ സമ്പൂർണ്ണ നേത്രദാന സാക്ഷര സ്വന്തമാക്കിയ ഒരു പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ അന്ന് മദ്യവിരുദ്ധ സമിതിയുടെ രൂപത ഡയറക്ടറും കൂടിയായിരുന്നു. അതുകൊണ്ട് ലഹരി വിരുദ്ധമായ പ്രഭാഷണങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഒട്ടേറെ ആ ഇരവിമംഗലം ഇടവക കേന്ദ്രീകരിച്ച് ചെയ്യാൻ സാധിച്ചത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലുള്ളത് അവിടെ അരങ്ങേറ്റിയ പോപ്പുലർ മിഷൻ ധ്യാനമാണ്. ഒരു ഞായറാഴ്ച ആരംഭിച്ച് അടുത്ത വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ചയുടെ പരിഹാര പ്രദക്ഷിണത്തെ അനുസ്മരിപ്പിക്കുമാർ നടത്തുന്ന ഒരു പരിഹാര പ്രദക്ഷിണം ഉൾപ്പെടെ അത് പര്യവസാനിച്ചപ്പോൾ ഏവരും അറിയുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ് സമാപന സന്ദേശത്തിന് വന്നത് എന്നുള്ളത് ഞാൻ മറന്നിട്ടില്ല. ഇടവകയുടെ വളർച്ചയുടെ ആ പാതയിൽ കുറച്ചു കാലമെങ്കിലും ആ ഇടവക സമൂഹവുമായി ഒത്തിണങ്ങി പോരാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. സുകുമാർ അഴീക്കോട് സാറ് അദ്ദേഹത്തിൻ്റെ അവസാന കാലം ചെലവഴിച്ചത് ഈ ഇരവിമംഗലം ഇടവകയിൽ തന്നെ അതിർത്തിയിലാണ്. അദ്ദേഹത്തിന് സമുചിതമായൊരു സ്വീകരണം കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹം പല പ്രാവശ്യം പള്ളിയിൽ സംഘടിപ്പിച്ചിരുന്ന പരിപാടികളിൽ ഒരു വിശിഷ്ട അതിഥിയായി, പ്രഭാഷകനായി പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യവും നമുക്കൊക്കെ ആ പ്രദേശത്തിന് മുഴുവനും ഇടവയ്ക്ക് പ്രത്യേകിച്ചും അഭിമാനമുള്ള കാര്യമാണ്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പാളായി നിയമിതനായപ്പോഴാണ് ഞാൻ ഇരവിമംഗലം പള്ളിയിൽ നിന്ന് സ്ഥലം മാറിപ്പോയത്. ഏതായിരുന്നാലും കഴിഞ്ഞൊരു കാലയളവിൽ വളരെയേറെ നിർമ്മാണ പ്രവർത്തനങ്ങളും അഭൂതപൂർവമായ നാനാവിധത്തിലുള്ള പുരോഗതിയും ഈ ഇടവക കൈവരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗള ആശംസകൾ ബഹുമാനപ്പെട്ട വികാരി ജോൺസൺ ചിറ്റിലപ്പള്ളി അച്ഛനും സംഘാടക സമിതിക്കും ഇടവക ജനങ്ങൾക്ക് മുഴുവനും പ്രാർത്ഥനാപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ അഭിവാദ്യങ്ങൾ പിന്തുണയ്ക്ക് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു.